നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നടക്കാതെ പോകുന്നതെന്ന് നമ്മൾ തന്നെ ചോദിക്കുന്ന സമയങ്ങൾ. എത്ര പ്രാർത്ഥിച്ചാലും ചില പ്രശ്നങ്ങൾ മാറാത്ത പോലെ തോന്നുന്ന സമയങ്ങൾ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിലുണ്ടാകുന്ന വിഷമങ്ങൾ, ജോലി സംബന്ധമായ ആശങ്കകൾ, ചിലപ്പോൾ മനസ്സിനെ അലട്ടുന്ന അദൃശ്യമായൊരു ഭയം. അത്തരം സമയങ്ങളിൽ നമ്മൾ ഒരു മറുപടി അന്വേഷിക്കും. എപ്പോൾ എൻ്റെ സമയം വരും? എപ്പോൾ ഈ പ്രശ്നങ്ങൾ മാറും? ദൈവം എനിക്ക് വേണ്ടി എന്താണ് കരുതിയിരിക്കുന്നത്? ഇന്നത്തെ ഈ തൊടുകുറി റീഡിങ്ങിൽ അതിനുള്ള ഒരു ചെറിയ വഴികാട്ടിയാണ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ 3 പൂക്കളാണുള്ളത്. ചെമ്പരത്തിപ്പൂവ്, താമരപ്പൂവ്, മുല്ലപ്പൂവ്. ഈ 3 പൂക്കളും വെറും പൂക്കൾ മാത്രമല്ല, ആത്മീയമായും ദൈവികമായും വലിയ അർത്ഥമുള്ള പ്രതീകങ്ങളാണ്. ചെമ്പരത്തിപ്പൂവ് ഭഗവതി അമ്മയുടെ അനുഗ്രഹത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നു. താമരപ്പൂവ് സമൃദ്ധിയുടെയും ദൈവകൃപയുടെയും പ്രതീകമാണ്. മുല്ലപ്പൂവ് സമാധാനത്തിന്റെയും ശുദ്ധമായ ഭാഗ്യത്തിന്റെയും അടയാളമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം മനസ്സിലോർക്കുക. അത് സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ജോലിയുമായി ബന്ധപ്പെട്ട ആശങ്കകളായിരിക്കാം, വിവാഹം, കുടുംബം, മക്കളുടെ ഭാവി, അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴിയെക്കുറിച്ചുള്ള ഒരു സംശയമായിരിക്കാം. ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ച് ഇപ്പോൾ ഈ 3 പൂക്കളിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പൂവ് മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സ് പറയുന്ന പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് യാദൃച്ഛികമായൊരു തിരഞ്ഞെടുപ്പല്ല. നിങ്ങളുടെ ഉള്ളിലെ ഊർജവും ദൈവാനുഗ്രഹവും ചേർന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു സൂചനയാണ്. നിങ്ങളിപ്പോൾ ഇതിൽ നിന്നും ഒരു പൂവ് തിരഞ്ഞെടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി ഈ 3 പൂക്കളും നൽകുന്ന ദൈവിക സന്ദേശങ്ങളിലേക്ക് കടക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ ഒരു പ്രാർത്ഥനാ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. ഏറ്റവും ആദ്യം തന്നെ 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള ചെമ്പരത്തിപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള ചെമ്പരത്തിപ്പൂവാണെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ ആളല്ല എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് സാധാരണ സംഭവങ്ങളല്ല. ഇതൊരു ദേവിയുടെ കൈവെപ്പുള്ള കാലഘട്ടമാണ്. ചെമ്പരത്തിപ്പൂവ് സമർപ്പിക്കുന്നത് ഭഗവതി അമ്മയ്ക്കും കാളി അമ്മയ്ക്കുമാണ്. ഈ പൂവ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം, നിങ്ങൾ ഇപ്പോൾ സംരക്ഷണം ആവശ്യമുള്ള ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം സംരക്ഷണ വലയത്തിനുള്ളിലാണ്. കഴിഞ്ഞ 6 മുതൽ 8 മാസം വരെ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരുന്നില്ല എന്നതാണ് ഇവിടെ കാണുന്നത്. ഉറക്കം പൂർണ്ണമല്ല. ചെറിയ കാര്യങ്ങൾ പോലും വലിയ വിഷമമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ആരോടും തുറന്നു പറയാൻ പറ്റാത്ത വേദന നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷേ ദേവിയുടെ സന്ദേശം ഇതാണ്: ഇത് ഒരിക്കലും ഒരു ശിക്ഷയല്ല. ഇത് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന കാലമാണ്. നിങ്ങൾ തളർന്നിട്ടില്ല, നിങ്ങൾ രൂപം കൊണ്ടിരിക്കുകയാണ്. 1-ാം നമ്പർ ചെമ്പരത്തിപ്പൂ തിരഞ്ഞെടുത്തവർക്ക് ജീവിതത്തിൽ അവർക്ക് കുടുംബം വളരെ പ്രധാനമാണ്. നിങ്ങൾ കുടുംബത്തിനായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. മക്കള്, ഭർത്താവ്, മാതാപിതാക്കൾ, ഇവരാണ് നിങ്ങളുടെ ലോകം. പക്ഷേ ഇപ്പോൾ വീട്ടിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുണ്ട്. ഒരാളുടെ ആരോഗ്യ പ്രശ്നം നിങ്ങളെ അലട്ടുന്നുമുണ്ട്. മകന്റെ അല്ലെങ്കിൽ മകളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടാകുന്നുണ്ട്. ദേവിയുടെ അനുഗ്രഹം പറയുന്നത് ഒരു പഴയ പ്രശ്നം 21 മുതൽ 45 ദിവസത്തിനകം പരിഹാരത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ്. കുടുംബത്തിൽ സമാധാനം മടങ്ങി വരും. ദൂരെയായിരുന്ന ഒരാൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാമ്പത്തികമായിട്ട് നിങ്ങൾ വലിയ ആഡംബരം പ്രതീക്ഷിക്കുന്ന ആളല്ല, പക്ഷെ സ്ഥിരത ആഗ്രഹിക്കുന്ന ആളാണ്. കഴിഞ്ഞ കാലത്ത് ഒരു ചിലവ് പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വന്നിട്ടുമുണ്ട്. ഒരു പണം കുടുങ്ങിയിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുമുണ്ട്. ഒരു പ്ലാൻ വൈകുന്ന ഒരു സാഹചര്യവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ദേവി നിങ്ങൾക്കൊരു സൂചന നൽകുന്നുണ്ട്. ചെറിയൊരു സാമ്പത്തിക തിരിച്ചുപിടുത്തം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. കുടുങ്ങിക്കിടക്കുന്ന പണം നിങ്ങളിലേക്ക് മടങ്ങിയെത്തും.
വീട്ടിലൊരു നല്ല വാർത്ത അല്ലെങ്കിൽ സാമ്പത്തിക ആശ്വാസം ലഭിക്കും. 45 ദിവസത്തിനുള്ളിൽ ഒരു പോസിറ്റീവ് മാറ്റം വ്യക്തമായിട്ട് കാണാൻ കഴിയും. നിങ്ങളെ കാവൽ നിൽക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. നിങ്ങൾ പലപ്പോഴും ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഒരു കാര്യത്തിൽ അവസാന നിമിഷം മാറ്റം വന്നിട്ടുമുണ്ട്. അതൊരിക്കലും യാദൃച്ഛികമല്ല. ഭഗവതി അമ്മയുടെ കൈ നിങ്ങളിലുണ്ട്. നിങ്ങളുടെ വീട്ടിലൊരിക്കൽ ഒരു ദീപം തെളിയിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓം ശക്തി ജപിക്കുമ്പോൾ അത് വെറും ശബ്ദമല്ല, അതൊരു സംരക്ഷണ വലയമായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഇനി അടുത്തതായിട്ട് 3 മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറയാം. 1-ാം മാസത്തിൽ നിങ്ങൾ മനസ്സിൽ വ്യക്തത വരും. 2-ാം മാസം ആകുമ്പോഴേക്കും ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തും. 3-ാം മാസമാകുമ്പോൾ ദീർഘകാല പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചു തുടങ്ങും. ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ സഹായികയായിട്ട് വരും. അവർ ദേവിയുടെ ദൂതയാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആത്മീയ പരിഹാരങ്ങളെ കുറിച്ച് പറയാം. എല്ലാ വെള്ളിയാഴ്ച ദിവസവും സൂര്യോദയത്തിനു മുൻപ് ഉണർന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭവസ്ത്രം ധരിച്ച് ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് തെളിയിക്കുക. ഇനി അതുപോലെ നിങ്ങൾക്ക് നെയ്ദീപം തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീപം തെളിയിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ദീപം തെളിയിച്ച ശേഷം 11 പ്രാവശ്യം ഓം ദുർഗായ നമഃ എന്ന് ജപിക്കുക. 21 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ രാവിലെ 1 മിനിറ്റ് കണ്ണടച്ച് ദേവിയുടെ രൂപം ചിന്തിക്കുക. സാധ്യമായാൽ ഒരു ദരിദ്ര സ്ത്രീക്ക് സഹായം നൽകുക. ഇത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ വേഗം തുറക്കും എന്നുള്ളതാണ് ദേവി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നീ ഭയപ്പെടേണ്ട. നീ കരഞ്ഞ കണ്ണുനീർ ഞാൻ കണ്ടു. നീ പറഞ്ഞിട്ടില്ലാത്ത പ്രാർത്ഥന ഞാൻ കേട്ടു. ഇനി ഞാൻ നിനക്കൊപ്പം നടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1-ാം നമ്പർ ചിത്രമായിട്ടുള്ള ചെമ്പരത്തിപ്പൂ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നിങ്ങളോട് പറയുവാനുള്ള സന്ദേശമായിട്ട് ഇവിടെ പറയുവാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള താമരപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള താമരപ്പൂവാണെങ്കിൽ ഇതൊരിക്കലും ഒരു സാധാരണ തിരഞ്ഞെടുപ്പല്ല. ഇതൊരു ജീവിത തിരുമറയുടെ സൂചനയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ഒരു തീരുമാനത്തിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഹൃദയം ഒന്ന് പറയുന്നു, ബുദ്ധി മറ്റൊന്ന് പറയുന്നു. ഈ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചത് യാദൃച്ഛികമല്ല. താമരപ്പൂ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം നിങ്ങളിപ്പോൾ മാറ്റത്തിനായിട്ട് ഭഗവാൻ തയ്യാറാക്കിയ ഒരാളാണ് എന്നുള്ളത്. നിങ്ങളുടെ ഇപ്പോഴത്തെ മനസ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ പോരാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് നിങ്ങൾ ഒരേ കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു ബന്ധം, ഒരു ജോലി, ഒരു തീരുമാനം. ഇത് നിങ്ങളെ അലട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെ തുടരണമോ എന്ന ചോദ്യമുണ്ട്. നിങ്ങൾ പുറത്തേക്ക് ശക്തനായിട്ട് അല്ലെങ്കിൽ ശക്തിയായി തോന്നിച്ചാലും അകത്ത് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്. പക്ഷേ ഭഗവാന്റെ സന്ദേശം ഇങ്ങനെയാണ്: ഇനി പഴയതിനെ പിടിച്ചു നിൽക്കേണ്ട സമയം കഴിഞ്ഞു. പുതിയതിലേക്ക് ചുവടുവെക്കേണ്ട സമയം എത്തി. ഈ ഒരു സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണ്. ഈ 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള താമരപ്പൂ തിരഞ്ഞെടുത്തവർക്ക് ജോലി മാറ്റത്തിന്റെ സാധ്യത കാണുന്നുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്താം അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകമായി ആരംഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കഴിഞ്ഞ കാലത്ത് നിങ്ങൾ ശ്രമിച്ച ഒരു കാര്യം പരാജയപ്പെട്ടു കാണാം. പക്ഷേ അത് ഒരിക്കലും അന്ത്യമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട്. അടുത്ത 30 മുതൽ 60 ദിവസത്തിനകം ഒരു അവസരം നിങ്ങളെ തേടിയെത്തും. ഒരു പഴയ ബന്ധം വഴി പുതിയ വഴിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഒരു സ്ത്രീയിലൂടെ നിങ്ങൾക്ക് സഹായം ലഭിക്കും. ഇനി നിങ്ങളുടെ ബന്ധങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയുണ്ട്. അവനോ അല്ലെങ്കിൽ അവളോ നിങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുമായിട്ട് ഒരു അകലം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്: സത്യമായിട്ടുള്ള ബന്ധം തകർന്നു പോകില്ല. ഒരു തുറന്ന സംഭാഷണം പ്രശ്നങ്ങൾ പരിഹരിക്കും. നിങ്ങൾ ആദ്യം മുന്നോട്ട് വന്നാൽ കാര്യങ്ങൾ മാറും. നിങ്ങൾക്ക് ലഭിക്കുന്ന ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള താമരപ്പൂവ് ശക്തിയുടെ രൂപമാണ്. ശക്തി തടസ്സം വെട്ടിമാറ്റുന്നു. ശക്തി ഭയങ്ങളെ ഇല്ലാതാക്കുന്നു.
നിങ്ങൾ പലപ്പോഴും ഭയപ്പെട്ടു നിന്നിട്ടുണ്ടാകാം, പക്ഷേ ഇനി നിങ്ങൾ ഭയത്തെ നേരിടും എന്നുള്ളതാണ്. ഇനി അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ മാസം ഉള്ളിലെ ആശയക്കുഴപ്പം കുറയും. രണ്ടാമത്തെ മാസം വ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. മൂന്നാമത്തെ മാസം മുതൽ കണ്ടു തുടങ്ങുന്ന ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളുടെ ജീവിതപാത തന്നെ മാറ്റും. ഇനി അടുത്തതായിട്ട് ആത്മീയമായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ നിത്യവും തുടർച്ചയായിട്ട് രാവിലെ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. സാധ്യമായാൽ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് സഹായം നൽകുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ മാറ്റം സംഭവിക്കും. ഇനി ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ഇങ്ങനെയാണ്: നീ ഭയപ്പെടുന്നത് ഞാൻ കണ്ടു, നീ മാത്രം പേടിക്കുന്നത് ഞാൻ അറിഞ്ഞു. പക്ഷെ ഞാൻ നിന്നെ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് കൊണ്ടുപോകും. ഇതാണ് ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. ആ സന്ദേശത്തെ നിങ്ങൾ തിരിച്ചറിയുക. 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള താമരപ്പൂ തിരഞ്ഞെടുത്തവരോട് പറയാനുള്ളത്: നിങ്ങൾ ഒരു വലിയ മാറ്റത്തിന്റെ കവാടത്തിലാണ്. ഇപ്പോഴുള്ള ആശങ്കകൾ വ്യക്തതയിലേക്ക് മാറും. ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2-ാം നമ്പർ ചിത്രമായിട്ടുള്ള താമരപ്പൂ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. 3-ാം നമ്പർ ചിത്രമായിട്ടുള്ള മുല്ലപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തത് 3-ാം നമ്പർ ചിത്രമാണ്. മുല്ലപ്പൂ ആണെങ്കിൽ ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഇതൊരിക്കലും യാദൃശികമല്ല. ഇതൊരു അവസാനവും പുതിയ തുടക്കവും ഒരുമിച്ച് വരുന്ന സൂചനയാണ്. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ഏറെ സഹിച്ചു, പക്ഷേ ഇപ്പോൾ ഭഗവാന്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ്. 3-ാം നമ്പർ പൂവായിട്ടുള്ള മുല്ലപ്പൂവ് തിരഞ്ഞെടുത്തവർക്ക് അനുഗ്രഹം തുറക്കുന്ന സമയമാണ് വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ കഷ്ടതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് നിങ്ങൾ സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. മാനസികമായിട്ട് വളരെയധികം വിഷമം നിങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത കണ്ണുനീർ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിക്കുന്നുമുണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു, എപ്പോഴാണ് എന്റെ സമയം വരുന്നത്? ഭഗവാന്റെ സന്ദേശം ഇങ്ങനെയാണ്: നിങ്ങളുടെ പരീക്ഷണം അവസാന ഘട്ടത്തിലാണ്. ഇനി ഫലം ലഭിക്കുന്ന കാലം തുടങ്ങുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 3-ാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് കുടുങ്ങിയ പണം മടങ്ങി വരാം. ഒരു പുതിയ വരുമാന മാർഗം തുറക്കപ്പെടാം. ഒരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ട്. അതൊരു പക്ഷേ ഒരു വീട് വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതാകാം, ഒരു ബിസിനസ് തുടങ്ങുന്നതാകാം. അത് എന്തായിരുന്നാലും യാഥാർത്ഥ്യമാകും. 45 മുതൽ 90 ദിവസത്തിനകം ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നിങ്ങളിലേക്ക് അനുഗ്രഹം കടന്നുവരും. നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. അതുകണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ഇനി നിങ്ങളുടെ വീട്ടിലെ സമാധാന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഭാരമുണ്ട്. ചിലപ്പോൾ പലരും തമ്മിൽ മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഉടൻ തന്നെ ഒരു സന്തോഷകരമായിട്ടുള്ള കുടുംബ സംഭവം ഉണ്ടാകും. ഒരു നല്ല വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ദൂരെയായിരുന്ന ഒരാൾ മടങ്ങി വരും. വീട്ടിൽ വീണ്ടും ചിരി പടരും, സന്തോഷം വർദ്ധിക്കും. നിങ്ങൾ ഭഗവാനോട് ഒരിക്കൽ ചോദിച്ച ഒരു പ്രാർത്ഥന, അത് നിങ്ങൾ പോലും മറന്നിട്ടുണ്ടാകും. പക്ഷെ ഭഗവാൻ അത് മറന്നിട്ടില്ല. അല്ലെങ്കിൽ ഭഗവതി അമ്മയുടെ കരുണ ഇപ്പോൾ പ്രവർത്തനത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഇനി അടുത്ത 3 മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സൂചനകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യ മാസം മനസ്സിൽ സമാധാനം കൈവരും. 2-ാം മാസം ഒരു നല്ല സാമ്പത്തിക വാർത്ത നിങ്ങളെ തേടിയെത്തും. 3-ാം മാസം ദീർഘകാല സ്വപ്നത്തിന് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും. ഒരു വലിയ തടസ്സം അപ്രതീക്ഷിതമായിട്ട് നീങ്ങും. അത് നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തും. ഇനി നിങ്ങൾ ചെയ്യേണ്ട ചില ആത്മീയ പരിഹാരങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. 21 ദിവസം തുടർച്ചയായിട്ട് വീട്ടിൽ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഒരു ദീപം തെളിയിക്കുക. 108 പ്രാവശ്യം ഓം ശക്തി ജപിക്കുക. സാധ്യമായാൽ ഒരു ദരിദ്ര കുടുംബത്തിന് ഭക്ഷണം നൽകുക. ഇത് നിങ്ങളുടെ സമൃദ്ധി വേഗത്തിലാക്കും. ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ വ്യക്തിഗത സന്ദേശം ഇതാണ്: നീ വളരെ സഹിച്ചു, നീ ഒരിക്കലും വിട്ടുകൊടുത്തില്ല. ഇനി എന്റെ അനുഗ്രഹം നിന്റെ വീട്ടിൽ ഒഴുകും. 3-ാം നമ്പർ ചിത്രമായിട്ടുള്ള മുല്ലപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളോട് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി പറയുന്നത് ഇങ്ങനെയാണ്: ഇത് നിങ്ങളുടെ ഉയർച്ചയുടെ തുടക്കമാണ്. ഇനി നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകാനായിട്ട്, നിങ്ങളുടെ തടസ്സങ്ങൾ വേഗത്തിൽ മാറ്റാനായിട്ട് ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3-ാം നമ്പർ ചിത്രമായിട്ടുള്ള മുല്ലപ്പൂവ് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുവാനായി ആഗ്രഹിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.